മനുഷ്യവർഗത്തിന് രക്ഷിക്കപ്പെടുവാനായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ വാസ്തവമായും കർത്താവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് വിശ്വാസത്തിന്റെ കരങ്ങളെ നീട്ടി അവനെ കൈക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ. ഞാൻ ലൂക്കോസ് 23 വന്ന് ഒരു വാക്ക് ഇങ്ങനെ പറയുകയാണ്. അവിടെ കർത്താവിനെ കുറിച്ച് ആ കള്ളൻ സാക്ഷ്യം പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവൻ അരുതാത്തതെല്ലാം ചെയ്തവനാണ്. രണ്ട് കള്ളന്മാരും അരുതാത്തതെല്ലാം ചെയ്ത ദുഷ്പ്രവർത്തിക്കാരാണ്. ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ ക്രിമിനൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ക്രിമിനൽ എന്നുള്ള വാക്ക് ഇന്ന് മാധ്യമങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, അവര് അരുതാത്തതെല്ലാം ചെയ്ത് ജീവിച്ച വ്യക്തികളായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആ കള്ളൻ സന്ധിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ, അവന്റെ പാപം അവൻ സമ്മതിച്ചപ്പോൾ, അവൻ കർത്താവിന്റെ പാപമില്ലായ്മയെ സാക്ഷിച്ചപ്പോൾ, യേശുവേ നീരായുത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ 43-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവിനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അരുതാത്തതൊന്നും ചെയ്യാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് അരുതാത്തതെല്ലാം ചെയ്ത് ജീവിതം നഷ്ടപ്പെടുത്തിയ ഈ മനുഷ്യന് സുവിശേഷത്തിന്റെ ശക്തി പറുദീസയുടെ അവകാശിയാക്കി തീർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പലരും ഈ മനുഷ്യനേക്കാൾ നല്ലവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, ഇവനേക്കാൾ മോശപ്പെട്ടവരായിട്ടും ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നു എന്ന് വരികിൽ, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈ ദൈവപുത്രനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് ഈ രാത്രിയിൽ സ്വീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറുദീസയുടെ അവകാശിയായിട്ട് തീരുവാൻ കഴിയും. ഇങ്ങനെയൊരു പാപിയെ പറുദീസയിൽ അയക്കാവുന്ന മറ്റേതൊരു സന്ദേശം ഈ ലോകത്തിലുണ്ട്? വേറെ ഏതൊരു മാർഗമുണ്ട്? എങ്ങനെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാതിരിക്കും? പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സാധ്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രയോ വ്യക്തമായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ റോമൻ സാമ്രാജ്യത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യനെ പിടിച്ച് അവർ ക്രൂശിച്ച് കൊല്ലുവാൻ ഇടയായിട്ട് തീർന്നു. റോമൻ സാമ്രാജ്യത്തിന് ശക്തിക്ക് ഒരു പാപിയെ ക്രൂശിച്ച് കൊല്ലാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഞാൻ ഈ ബൈബിൾ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായി. ഒരു പാപിനിയായ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. അവൾ യഹൂദ സ്ത്രീയാണ്. അവളുടെ മതം അവൾക്ക് വിധിച്ച വിധി നാം അവിടെ വായിക്കുന്നുണ്ട്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായപ്രമാണം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, റോമൻ സാമ്രാജ്യത്തിന് ഈ മനുഷ്യനെ ക്രൂശിച്ചു കൊല്ലാം. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയുവാൻ യഹൂദ മതത്തിന്, പ്രൗഢമായ യഹൂദ മതത്തിന് കഴിയും. മതത്തിന് അത്രയുമേ സാധിക്കുകയുള്ളൂ. അതാണ് മതത്തിന്റെ ശക്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൾക്ക് പാപമോചനം കൊടുത്ത് ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി കൂടി കൊടുത്തതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇന്നു രാത്രിയിൽ നിന്നെ രക്ഷിക്കുവാൻ മതിയായവനാണ്. ഞാൻ മറുവശത്ത് കിടക്കുന്ന ആളിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അവനും കർത്താവിന്റെ സമദൂരത്തിൽ വന്നു സമശിക്ഷാവധിയിൽ അകപ്പെടുവാനിടയായിട്ട് തീർന്നു. അവന്റെ കൂട്ടുകാരനോടുകൂടെ ഒരുപക്ഷെ അനേക വർഷങ്ങൾ ഒരുമിച്ച് ദുഷ്പ്രവർത്തികൾ ചെയ്ത് അവർ ജീവിച്ചതാകാം. പക്ഷേ അവർ രണ്ടുപേരും ഒടുവിൽ വഴി പിരിയുകയാ. ഇതുവരെ ഒരുമിച്ച് വന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവർ വഴി പിരിയുക ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവന്റെ കൂട്ടുകാരൻ കർത്താവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിച്ച്
പറുദീസയിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ ഈ അനുഗ്രഹത്തിന്റെ കവാടത്തോളം വന്നിട്ട് അതിനേറ്റവും അടുക്കൽ വന്നിട്ട് അവൻ മരിച്ച് നിത്യമായ നരകത്തിലേക്ക് പോകുവാൻ ഇടയായിട്ട് തീരുന്നു. എന്താണ് അതിന്റെ കാരണം? ഇവൻ ദുഷ്പ്രവർത്തിക്കാരനായതുകൊണ്ടാണോ? അല്ലേ, അല്ല. പിന്നെയോ അവനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവൻ തള്ളിക്കളഞ്ഞു എന്നുള്ള ഏക കാരണത്താൽ അവൻ ക്രിസ്തുവിനെ നിരാകരിച്ച് നിത്യനരകത്തിലേക്ക് പോകുകയാണ്. ബൈബിളിൽ ഒത്തിരി പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സാധാരണ പാപത്തെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പാപം എന്താണ്? കൊലപാതകമാണോ? വ്യഭിചാരമാണോ? മോഷണമാണോ? അല്ലേ, അല്ല. ഇതിനെല്ലാം ദൈവം പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പാപം ഒരു പാപിയെ നിത്യനരകത്തിൽ എത്തിക്കുന്ന പാപമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ച്. ഇന്ന് രാത്രിയിൽ ഈ പന്തലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പല വർഷങ്ങളായി നിങ്ങൾ സുവിശേഷം കേൾക്കുന്നവരാകാം. എന്നാൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വാസത്താൽ കൈക്കൊള്ളുവാൻ കഴിയാത്ത ആ വലിയ പാപത്തിലാണ് ഇന്ന് രാത്രിയിൽ ഇരിക്കുന്നത് എന്ന് വരികിൽ, ആ പാപത്തിന്റെ ഗൗരവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ രാത്രിയിൽ വിശ്വാസത്തിന്റെ കരങ്ങളെ നീട്ടി ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നരകത്തിലേക്ക് പോകുന്ന പാപിയെ രക്ഷിച്ച് പറുദീസിലേക്ക് അയക്കുന്ന രക്ഷിതാവാണ്. ഒരു സാധ്യത കൂടി ഞാൻ പറഞ്ഞ് എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിന്റെ പരിവർത്തന ശക്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ സുവിശേഷം പാപിയെ രക്ഷിച്ച് നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ ശക്തി റോമർ 1:16 പൗലോസ് പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ഈ കള്ളന് സംഭവിച്ചതുപോലെ ആ വ്യക്തിയെ പറുദീസയ്ക്ക് ആ സുവിശേഷം അർഹനാക്കുന്നു എന്നുള്ളത് മാത്രമല്ല. പിന്നെയോ ആ കള്ളന് പിന്നെ ജീവിക്കാനായിട്ട് അവസരം കിട്ടിയില്ല. ഇന്ന് പലരും ആ കള്ളനെയാണ് കൂട്ടുപിടിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പല്ലൊക്കെ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെടാനായിട്ട് മടി കാണിക്കുമ്പോൾ പറയുന്നു, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ എന്നാണ് പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അവന് സ്നാനപ്പെടാനായിട്ട് അവസരം കിട്ടിയില്ല. എന്നാൽ ഇന്ന് പല ആളുകൾക്കും അവസരം കിട്ടിയിട്ടും ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ആ കള്ളനെ പോലെ പോകുവാൻ ഇടയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിതത്തിന്റെ സമയത്തെ അടിയന്തര മനോഭാവത്തിൽ ഉപയോഗിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു സത്യം ഇങ്ങനെ പറഞ്ഞു ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിന്റെ പരിവർത്തന ശക്തി എന്ന് ഈ എഴുത്തുകാരനെ കുറിച്ച് 2 വാചകം പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ മുടിച്ചവൻ രൂപാന്തരപ്പെട്ടപ്പോൾ സഭയുടെ ശുശ്രൂഷകനായി മാത്രമാണോ, യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചവൻ. നമുക്കറിയാം, കർത്താവ് ഈ തർസോസുകാരൻ ശൗലിനോട് ചോദിക്കുന്നത്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നാം കാണുന്നത് അങ്ങനെ പൗലോസ് യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവനായിരുന്നെങ്കിലും ഈ സുവിശേഷം പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒരടിമയായിട്ട് താൻ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുക, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഞാൻ ആ വാക്യം ഈ ദിവസങ്ങളിൽ വളരെയധികം ചിന്തിക്കാറുണ്ട്. പൗലോസ് പറയുക, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുക. ഇത് പറയുമ്പോൾ, ഇത് എഴുതുമ്പോൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ പൗലോസിന്റെ മനസ്സിലുണ്ടെന്ന എന്റെ വിചാരം. ഒരു 7 വർഷം ഒരടിമ ഒരു യജമാനെ സേവിച്ചാൽ അവനെ പിന്നെ യജമാനൻ വിടും, നിനക്ക് സ്വാതന്ത്ര്യമായിട്ട് പോകാം എന്ന് പറയും.
പക്ഷെ അവൻ ആ യജമാനൻ പറയുകയാ, യജമാനോട് അവൻ പറയുക, യജമാനെ ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങയുടെ അടിമയായിട്ട് ഇരുന്നു കൊള്ളാം എന്ന് പറയുമ്പോൾ ഈ യജമാനൻ അവനെ കൊണ്ടുപോയി അവന്റെ കാത് കട്ടിലോട് ചേർന്ന് തുളച്ച് അങ്ങനെ അവൻ ആ യജമാനന്റെ എന്നേക്കുമുള്ള അടിമയായിട്ട് തീരുകയാണ്. പൗലോസ് ഗലാത്യർ വാക്കെഴുതുമ്പോൾ ഈ ചിത്രം മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ സുവിശേഷത്തിന് വിധേയപ്പെട്ടപ്പോൾ ബെന്യാമീൻ ഗോത്രത്തിലെ ചെന്നായായിരുന്നവനിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടായി, എന്തൊരു വ്യത്യാസമുണ്ടായി. ഈ അടിമയായി, കർത്താവിന്റെ അടിമയായിട്ട് അവൻ തീർന്നു. എന്തു പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുന്നത് അവന്റെ ജീവിത വ്രതമായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ ബന്ധം എത്ര ആസ്വാദ്യമാണ്. ഞാൻ ഈ വാക്യത്തെ ഓർത്തിങ്ങനെ ഓർക്കാറുണ്ട്. എന്നോട് കർത്താവ് പറയാ, പൗലോസേ ഇനി വേണേ നീ പൊക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാനായിട്ടുണ്ട്? കർത്താവ് എവിടെ പോകാനായിട്ടാണ്? വി പി പൗലോസ് കർത്താവിൽ നിന്ന് മാറി നിന്നാൽ പിന്നെ വി പി പൗലോസ് ഒരു വട്ടപ്പൂജ്യമല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിനെ നാം അറിഞ്ഞു, അവൻ നമ്മെ രക്ഷിച്ചു, അവൻ നമുക്ക് മരണത്തിനപ്പുറം പ്രത്യാശ തന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ലോക ജീവിതം നമ്മുടെ യജമാനനോട് കൂടെ എത്ര സന്തോഷമായിട്ട് ജീവിക്കാവുന്ന രൂപാന്തരത്തിലേക്കാണ് സുവിശേഷം നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 വാക്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. 1 തിമോഥെയോസ് 1:13 പൗലോസിന്റെ പൂർവ്വകാലം പറയുന്നുണ്ട്. ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, പഴയ പൗലോസ്. പക്ഷേ പുതിയ പൗലോസിനെ 1 കൊരിന്ത്യർ 4:12 നിങ്ങൾക്ക് കാണാം. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ നാം വായിക്കുന്നത്, ഇപ്പോൾ ദൂഷണം കേട്ടിട്ട് അവിടെ തിരിച്ച് ദൂഷണം പറയുന്നില്ല, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു. പൗലോസ് വളരെ മാറി രൂപാന്തരപ്പെട്ടു. എന്താ ഇന്ന് സുവിശേഷത്തിന്റെ ശക്തി ലോകത്തിന് മനസ്സിലാകാത്തത്? സുവിശേഷം വിശ്വസിച്ച ആളുകൾ സ്വർഗത്തിൽ പോകുന്ന കാര്യം മാത്രമേ പറയണുള്ളൂ. ഇവിടെ ജീവിതത്തിൽ വ്യത്യാസം കാണുന്നില്ല. ഇങ്ങോട്ടൊരാൾ ശകാരിച്ചാൽ തിരിച്ച് ഏറെ ശകാരിക്കും, ഇങ്ങോട്ടൊരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചു ഉപദ്രവിക്കും. പ്രിയപ്പെട്ടവരെ, അവിടെ സുവിശേഷത്തിന്റെ പരിവർത്തനമില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സുവിശേഷം ജീവിത പരിവർത്തനത്തിലേക്ക് ഒരു പാപിയെ നയിക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ്. ഒരു പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് രക്ഷിതാവായി വരും. ഫിലിപ്പിയർ 3:20-21 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അത് സുവിശേഷത്തിന്റെ ഭാവി ശക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം എത്രയോ ശക്തമായ സന്ദേശമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തോട് ഏറ്റവും അനുകൂലമായി പ്രതികരിക്കുവാൻ നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന, നമ്മുടെ ശിക്ഷയേറ്റ് ക്രൂശിൽ മരിച്ച, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ വരെയും ചുംബിക്കാത്തവർ ഈ കർത്താവിനെ ചുംബിച്ച് അവരെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് നിത്യമായ സ്വർഗത്തിന്റെ പ്രത്യാശയിലേക്ക് വരുവാൻ, രൂപാന്തരപ്പെട്ട ജീവിതം ഇവിടെ നയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ നൽകട്ടെ. ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ നിങ്ങൾക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കള്ളൻ ചെയ്തതുപോലെ, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അങ്ങ് നീതിമാനാണ്, ഒരു കുറ്റവുമില്ലാത്തവനാണ്, അങ്ങനെക്ക് വേണ്ടി മരിച്ചല്ലോ, ഞാനത് വിശ്വസിക്കുന്നു, അങ്ങനെക്ക് വേണ്ടി ജീവിക്കുന്നല്ലോ, ഞാനത് വിശ്വസിക്കുന്നു, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ, ഒരു നിർണയം ചെയ്യുമെങ്കിൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമെങ്കിൽ, ഇന്നു രാത്രിയിൽ ആ കള്ളന് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായുള്ള കൃപ നൽകട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഈ സന്ദേശത്തെ മറുവശത്തെ കള്ളൻ തള്ളിക്കളഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞ് നിത്യനരകത്തിലേക്ക് പോകുവാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും